ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അഞ്ജലി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് യോഗ ഡേയും കൂടിയാണ്. നേരത്തെ ഞാൻ മ്യൂസിക് വീഡിയോ റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് റിലേറ്റഡ് ടു യോഗ ഡേ. ആൻഡ് യോഗ ഡേയിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരാളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താണ്. വേറെ ആരുമല്ല, ഇറ്റ്സ് മൈ മദർ ഇൻ ലോ. അമ്മ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൂടാതെ പാട്ടുപാടും ഡാൻസ് ചെയ്യും, അങ്ങനത്തെ പല കഴിവുകളും അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഡേയിൽ അമ്മയ്ക്ക് യോഗ റിലേറ്റ് ചെയ്ത് കുറച്ച് ടിപ്സ്, നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഗുണമുള്ള കുറച്ച് ടിപ്സ് നിങ്ങളുടെ മുമ്പിൽ അമ്മ പറയാൻ പോവാണ്. യോഗയിലൂടെ കാണിച്ചു തരും. നിങ്ങൾക്ക് എന്തായാലും ഇത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അപ്പം ലെറ്റ്സ് വാച്ച് ആൻഡ് എൻജോയ് ദിസ് വീഡിയോ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഇന്ന് യോഗ ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ ചെറിയ കുറച്ച് ടിപ്സ് നമുക്ക് ഡെയിലി ചെറുതായിട്ടൊക്കെ ചെയ്ത് നോക്കിയാൽ നമ്മളെ കൈവേദന, കണ്ണിനുള്ള ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ രീതിയിലൊരു ആശ്വാസം കിട്ടും. ഞാൻ ചിലപ്പോൾ ചെയ്തു നോക്കുന്നതാണ്. ഞാൻ യോഗ ക്ലാസ് പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ കുറച്ച് ടിപ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിക്കുകയാണ്. അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു യോഗ എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് വജ്രാസനത്തിൽ ഇരുന്ന് ചെയ്യാം, ഇങ്ങനെ നിന്നിട്ടും ചെയ്യാം. വജ്രാസനത്തിൽ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വജ്രാസനത്തിൽ ഇരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ വേണേൽ വജ്രാസനത്തിൽ ഇരുന്ന് കാണിച്ചു തരാം. വജ്രാസനത്തിൽ ഇരുന്നിട്ട് കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ ഇളക്കുമ്പോൾ കൈ വലത്തേ ഭാഗത്തേക്ക് കണ്ണ് ലെഫ്റ്റോട്ട്. അപ്പോൾ കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോർണറിൽ പിന്നെ മേലോട്ടും താഴോട്ടും. അപ്പോഴും നമ്മൾ കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. കണ്ണിന് നല്ലതാണ്. അപ്പോഴും കൈ ഇളക്കിക്കൊണ്ടിരിക്കണം. രണ്ടും ശ്രദ്ധിക്കണം. കണ്ണ് റൊട്ടേറ്റ് ചെയ്യുന്നതും കൈ ഇളക്കുന്നതും ശ്രദ്ധിക്കും. പിന്നെ വലത്തോട്ട്, അതേ വലത്തോട്ട് പിന്നെ അടുത്തോട്ട്. നമ്മുടെ കൈക്ക് ചിലവർ കൈ തരിപ്പ്, ഇവിടെയൊക്കെ വിരകളിലൊക്കെ തരിക്കുന്നതൊക്കെ പറയാറില്ല. പിന്നെ ഷോൾഡറിൽ പെയിന്, കുറച്ച് കൈ പൊക്കാനൊക്കെ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ ചെറിയ ഈ എക്സസൈസ് ഭസ്ത്രിക എന്ന് പറയും. ഇത് ചെയ്താൽ നല്ലതാണ്. ഇത് നമ്മൾ ഷോൾഡർ ഇതേപോലെ വജ്രാസനത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കസേരയിൽ ഇരുന്ന് ചെയ്താലും മതി. ഇങ്ങനെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്ക് കസേരയിൽ ഇരുന്ന് ചെയ്ത് അതങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണമെന്നേ ഉള്ളൂ. നെഞ്ഞ് വിരിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ കൈ വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ തൊട്ട് ഇവിടെ കളിക്കുക. എന്നിട്ട് കൈ ശ്വാസം എടുക്കുക. പിന്നെ സ്പീഡിൽ ഇത് ചെയ്താൽ നല്ലതാണ്. നല്ല ഫോഴ്സിൽ നെഞ്ഞ് ഇവിടെ ഷോൾഡർ നല്ല നെഞ്ഞ് വിരിച്ച് കൈ നല്ല ഫോഴ്സിൽ ഇങ്ങനെ എടുക്കണം. അത് നമ്മളൊരു 10 പ്രാവശ്യം 20 പ്രാവശ്യം ചെയ്താൽ ദിവസം ഡെയിലി രാവിലെ വൈകുന്നേരം ചെയ്താൽ നമ്മളെ കൈ ഷോൾഡറിൻ്റെ പെയിനും ഈ കൈൻ്റെ തരിപ്പും ഒക്കെ നല്ല വ്യത്യാസം കാണും. ഓക്കെ, ഇതിലൊരു ചെറിയ ടിപ്സാണ് ഞാൻ പറയുന്നത്. യോഗ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. എന്നെപ്പോലെ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക്, 60 വയസ്സ് കഴിഞ്ഞോ 50 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതൊക്കെ നമ്മൾ പറ്റുന്നതും ചെയ്യുക. നമ്മളെ കാലുവേദന, ചെറിയ ചെറിയ വേദനകളൊക്കെ ഇതുകൊണ്ട് മാറും. ചെയ്യുമ്പോൾ അങ്ങനെയാണ്. എൻ്റെ മുട്ടുവേദനയൊക്കെ കുറേ വ്യത്യാസം, സൈക്കിൾ ചവിട്ടുന്ന പോലെ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് കുറേ വ്യത്യാസം വന്നത്. എല്ലാവർക്കും നമസ്കാരം. യോഗ ദിനം ആശംസിക്കുന്നു. താങ്ക് യു.